ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ മമ്മി കേട്ടോ, നാട്ടിൽ നിന്ന് വന്നാൽ 10 ദിവസത്തേക്ക് ദുബായ് കാണാനായിട്ട് കേട്ടോ. അപ്പം മമ്മിയും ഞാനും കൂടി ആയിരുന്നു കുക്ക് ചെയ്യുന്നത്. ക്യാമൽ മീറ്റ് ആട്ടോ, നമുക്കത് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ, ഡ്രൈ ആക്കി. അപ്പം നമുക്ക് മമ്മിയായിരുന്നു കുക്ക് ചെയ്യുന്നത് കേട്ടോ. കുക്കിംഗ് വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ? വാ നോക്കാം. ഇതിൻ്റെ ഒഴിക്കാം കേട്ടോ. ഇനി നമുക്ക് കടുക് ഇടാം, എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അര കിലോ മീറ്റേ ഉള്ളൂ കേട്ടോ നമ്മൾ കുക്ക് ചെയ്യുന്നത്. നമുക്ക് ഉള്ളി ഇട്ടോ, കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഉള്ളി ഇട്ട് വഴറ്റാവേ. അപ്പം നമുക്ക് സവോള ഇടാവേ. 2 ചെറിയ സവോളയാണ് ഇടുന്നതിന്. അര കിലോ മീറ്റല്ലേ ഉള്ളൂ. ഉള്ളി നന്നായിട്ട് വഴണ വെച്ചിടുന്നത് നല്ല കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി ഇടുവാണേ. ഇവിടെ ആവശ്യത്തിന് ഇടണം കേട്ടോ. 1 കിലോ അതിലുണ്ട്, അപ്പോൾ കുറച്ച് മതി കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ വഴന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആവശ്യമുള്ള മുളകും മല്ലിപ്പൊടി മസാലപ്പൊടിയൊക്കെ ഇടാം കേട്ടോ. കുറച്ച് മതി, 1 കിലോ അല്ലേ ഉള്ളൂ. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് നമുക്ക് ഗരം മസാലയും കൂടി, കുറച്ച് കുരുമുളക് പൊടി കൂടി ഇടാം അല്ലേ. ഗരം മസാല കുരുമുളക് ഏറ്റവും ലാസ്റ്റ് ഇട്ടാൽ. നമുക്കിനി കുറച്ച് എണ്ണ ഒഴിക്കാവേ. അപ്പോൾ ഇതെല്ലാം മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 1/2 കിലോ മീറ്റേ ഉള്ളൂ കേട്ടോ. ഒട്ടകത്തിൻ്റെ ഇറച്ചിയാണ്. അപ്പോൾ ഇത് ഞാനിടുന്നു കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് വേവിക്കാം. ഇത് ഞാൻ കുക്കറിലേക്ക് ഇടുക കേട്ടോ. നമുക്കിത് കുക്കറിലിട്ട് വേവിക്കാവേ. നല്ല വേവുള്ളതുകൊണ്ട് ഞാൻ ഇതിന് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണേ. കുറച്ച് വെള്ളമോടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് 3-4 വിസിലെടുത്തിട്ട് കേട്ടോ. കുറച്ച് കരിയാപ്പിലയും കൂടി ഇടണേ. ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പ് എല്ലാവർക്കും അറിയാലോ, ഓരോരോ ഭാഗത്തിന് ഉപ്പിടണം. അപ്പോൾ നമുക്ക് 3-4 വിസിലൊഴിക്കും കേട്ടോ. അപ്പോൾ അതെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം കേട്ടോ. അപ്പോൾ മീറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് മീറ്റ് ചേർക്കാം കേട്ടോ. നല്ല ഡ്രൈ ആക്കി ഇടണം. ഡ്രൈ ആയി വരുമ്പോൾ കുരുമുളക് പൊടി ചേർക്കണം കേട്ടോ. നല്ല ഡ്രൈ ആയി വരട്ടെ. അത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഈ സ്പൂണിന് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുക കേട്ടോ.
ഇത് ഡ്രൈ ആവുന്നത് നമുക്ക് വറുക്കാതെ. അപ്പോൾ ഇതേ നമ്മുടെ ബീഫ് നല്ല റെഡി ആയിട്ടുണ്ട്, ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ചുമ്മാ ഒന്ന് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് മമ്മി ഇതെല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ ബൈ.